സഹോദരങ്ങളെ, ആ ചന്ദ്രനിൽ പാർപ്പിടമൊരുക്കാൻ വേണ്ടി മനുഷ്യർ മുന്നോട്ട് വരികയാണ്. ഭൂമിയെല്ലാം നശിപ്പിച്ചു കൊടുപ്പിച്ചു. ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1,19,000 സംതിങ് ആളുകൾ ചന്ദ്രന്റെ പ്രതലത്തിൽ താമസ സൗകര്യം ഒരുക്കാൻ വേണ്ടി, ബിൽഡിംഗ് പണിയാൻ വേണ്ടി, പ്രോപ്പർട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ അഡ്വാൻസ് കൊടുത്ത് വിളിക്ക് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുകയാണ്. ചന്ദ്രനിൽ താമസിക്കാം, ഭൂമിയല്ല ചന്ദ്രനിൽ പോയി താമസിക്കാം. സഹോദരങ്ങളെ, അതിന്റെ സെലക്ഷൻ കിട്ടിയപ്പോൾ കേരളത്തിൽ നിന്നും 2 ആളുകൾ അതിന്റെ സെലക്ഷൻ കിട്ടിയെന്ന് പുതിയ ഒരു വാർത്ത കൗതുകത്തോടെയെങ്കിലും നാം കേട്ടതാണ്, വായിച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വികാസങ്ങളുടെ നടുവില് അസാധ്യമെന്നത് മനുഷ്യന്റെ ഡിക്ഷണറിയിൽ നിന്ന് അവൻ വെട്ടിക്കളഞ്ഞിരിക്കുന്ന ഒരു രൂപത്തിലാണ് അവന്റെ കുതിപ്പും മുന്നേറ്റവും. നമുക്കറിയാം, 40 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചൊവ്വാഗ്രഹമെന്ന ചുവന്ന ഗ്രഹം മനുഷ്യർക്ക് അന്യമായിരുന്നു. അവിടുത്തെ അറിവുകൾ പോലും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അത്യപൂർവമായ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഈ അടുത്ത സമയത്ത് തന്നെ 450 കോടി രൂപ മുടക്കിയിട്ട് 40 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മംഗളയാൻ എന്ന് പറയുന്ന പേടകത്തെ ചൊവ്വാഗ്രഹത്തിലേക്ക്, ചുവന്ന ഗ്രഹത്തിലേക്ക് വിന്യസിക്കുകയും ലോകരാജ്യങ്ങളിൽ ആദ്യത്തെ വിന്യാസത്തിൽ തന്നെ, ആദ്യത്തെ പേടകത്തെ വിന്യസിക്കലിൽ തന്നെ വിജയം കണ്ടെത്തിയ രാജ്യമായി തിലകച്ചാർത്തണിയുകയും അവിടെ കാലുകി പേടകം അയച്ച രാജ്യങ്ങളിൽ 4ാം സ്ഥാനം ഇന്ത്യ കൈവരിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, ടെക്നോളജി ഡെവലപ്മെന്റുകൾ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആതുരാലയങ്ങൾ, അതുപോലെ റിസർച്ച് സെന്ററുകൾ, അതുപോലെ പഠന കേന്ദ്രങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങളാണ്. ഓരോ കുടുംബത്തിന്റെയും പരിപാടികൾ, പള്ളിക്കുടങ്ങളിലുള്ള കലബല ശബ്ദം കേൾക്കുന്ന പുതിയ കേരളത്തിന്റെ പുനരെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. മുമ്പൊക്കെ സ്കൂളിൽ പോയിരുന്ന ഇവിടെ പ്രായമുള്ളവർക്കറിയാം, കിലോമീറ്ററുകൾ താണ്ടി ബസ്സില്ല, വളരെ പ്രയാസപ്പെട്ട് നടന്നു നീങ്ങി പഠനത്തിന് വേണ്ടിയിട്ട് പള്ളിക്കുടങ്ങളിലേക്ക് പുസ്തകത്തിന്റെ സഞ്ചികമായി അവർ നടന്നു നീങ്ങിയ രംഗത്തെക്കുറിച്ചറിയാം. ഇന്ന് പരിസരത്ത് ആളുകൾ ഒരു കുട്ടി ജനിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ സാർമ ടീച്ചേഴ്സ്, ട്യൂട്ടോറിയൽ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് വരികയാണ്. LKG, UKG നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് വേണം. പ്രസവിച്ചിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ കുട്ടി. ആ നിലയ്ക്ക് പരിസരത്ത് വിദ്യാഭ്യാസ വിപ്ലവത്തിന് കാതോർക്കുന്ന ഒരു പുതിയ സമൂഹത്തെയാണ് സഹോദരങ്ങളെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധ്യമാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഭൗതികമായ വികാസം കൊണ്ട് എല്ലാം നേടിയെന്ന് പറയുന്ന മനുഷ്യർ ആ നാണയത്തിന്റെ മറുവശം മറന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ലോകചരിത്രത്തിൽ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ ലിറ്ററസിയിൽ, സാക്ഷരതയുടെ വിഷയത്തിൽ സമ്പൂർണത കൈവരിച്ചത് നമ്മുടെ കേരളമാണ് എന്ന് നാം പതുക്കെ പറയേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും വലിയ വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ നമ്മുടെ കേരളത്തിന്റെ ആ സാംസ്കാരികമായ, ധാർമ്മികമായ കാഴ്ചപ്പാടെടുക്കുമ്പോ നമ്മളൊക്കെ മുഖം താഴ്ത്തേണ്ടി വരുന്ന ദുരന്തപൂർണമായ സാഹചര്യമാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും ബിരുദങ്ങളുടെ അക്ഷരമാല കൂട്ടങ്ങളും സ്വന്തം പേരിനോടൊന്ന് മേമ്പടി ചേർത്ത് എഴുതി വെക്കുന്ന പുതിയ മക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുമ്പൊക്കെ SSLC പാസ്സായി എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ഇന്നോ +2 കഴിഞ്ഞ് അവൻ ഗ്രാജുവേറ്റ്, അതാ വലിയ PG കോഴ്സുകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിസരത്ത് ഓരോ ഡോക്ടർമാരും വരികയാണ്. എഞ്ചിനീയേഴ്സ് ധാരാളമാണ്, ടീച്ചേഴ്സ് ധാരാളമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സമ്പൂർണമായ സാക്ഷരത കൈവരിക്കുകയും വിദ്യാഭ്യാസ വിപ്ലവത്തിൽ മുന്നോട്ട് കുതിക്കുകയും കിടക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്ത കേരളത്തിന്റെ മറുനാണയത്തിന്റെ ദുരന്തപൂർണമായ വാർത്ത അറിയുമോ? ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാർ പാർക്കുന്ന സ്റ്റേറ്റാണ് നമ്മുടെ കേരളം.
ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കണക്കെടുക്കുമ്പോ, സെൻസസ് എടുക്കുമ്പോ ഇത്രയും വലിയ വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ കേരളത്തിന്റെ നെറുകയിലാണ് ഏറ്റവും കൂടുതൽ മദ്യം പാലിക്കുന്ന ആളുകൾ. ഇക്കഴിഞ്ഞ തിരുവോണത്തിനും കണ്ട് ക്യൂ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. കോടിക്കണക്കിന് മദ്യം വിഷം കുടിച്ചു തീർത്ത് ആരോഗ്യവും സമ്പത്തും അഭിമാനവും അന്തസ്സോടെ കുടിച്ചു തീർക്കുന്ന ഇതുപോലെ ഒരു സ്റ്റേറ്റ് വേറെ നാണം കെട്ട ഒരു സ്റ്റേറ്റ് കാണാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രപഞ്ചത്തിലുണ്ടാകുമോ? എന്ത് നേടിയെന്നാണ് നമ്മൾ പറയുന്നത്? എന്ത് നേടി എന്നാണ് പറയുന്നത്? ഞാൻ ജനറലായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്. ഇതെന്റെ ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടാകാം. മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, ഏത് മതത്തിന്റെ മീമാംസകളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാകട്ടെ, അവന്റെ ഓട്ടപ്പാച്ചിള്ളയിൽ അതാ 5ഉം 6ഉം അക്കം ശമ്പളം വാങ്ങാൻ വേണ്ടി ഗർഭഗൃഹത്തിൽ ഒരു മകനോ മകളോ രൂപപ്പെടുമ്പോൾ തന്നെ ആ മകളുടെ ജോലി മാത്രം കണ്ടുകൊണ്ട് പാഠശാലയിൽ പണയപ്പെടുത്തുന്ന പ്രിയപ്പെട്ട മക്കളുടെ ഭാവിയുണ്ടല്ലോ, ഒരു മനുഷ്യനാക്കാൻ മറന്നുപോകുന്ന കാലം. മര്യാദ എന്താണെന്ന് പിടുത്തം വിട്ടുപോകുന്ന കാലം. എന്താണ് സംസ്കാരം, ആരോട് എന്ത് പറയണമെന്ന് പോലും മര്യാദാപൂർവം പഠിപ്പിച്ചു കൊടുക്കാൻ ഉമ്മയുടെ മാതാവിന്റെ മടിത്തത്തിന് പോലും കഴിവില്ലാത്ത ഒരു കാലം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും വലിയ വിദ്യാഭ്യാസ വിപ്ലവവും ഒരുപാട് ഗവേഷണ പര്യവേക്ഷണ ചാലുകളുമുള്ള ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തിൽ മദ്യം പാലിക്കുന്നവർ ഉണ്ട് എന്ന് പറയുമ്പോ പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും കൂടി പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ളക്കാരും കള്ളന്മാരും താമസിക്കുന്നത് കേരളത്തിലാണ്. അറിയോ കാര്യം? ഞാനിത് വെറുതെ ഇങ്ങനെ അലങ്കാരത്തിനോ കൊഴുപ്പ് കൂട്ടാനോ വേണ്ടി പറയുന്നതല്ല. വ്യക്തമായ തെളിവ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊള്ളക്കാർ പാർക്കുന്ന, കള്ളന്മാർ പാർക്കുന്ന, കപടമുഖങ്ങളുള്ളവർ പാർക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് നമ്മുടെ സ്റ്റേറ്റ് മാറിയിരിക്കുകയാണ്. പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹമോചനത്തിന്റെ കണക്കെടുക്കുമ്പോ, ഡൈവോഴ്സിന്റെ കണക്കെടുക്കുമ്പോ, വിവാഹമോചനങ്ങളുടെ കണക്കെടുക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിൽ 1ാം സ്ഥാനം നമ്മുടെ കേരളത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താണ് നമ്മൾ നേടിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഡൈവോഴ്സിന്റെ വിവാഹമോചനത്തിന്റെ കണക്കെടുക്കുമ്പോ കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലാണ് മുൻപന്തിയിൽ. മെട്രോ സിറ്റി എല്ലാ പാശ്ചാത്യനും യൂറോപ്പിനും കേരളത്തെ കണ്ണുവെക്കുമ്പോൾ ആദ്യമായി അവന്റെ കണ്ണുകൾ ആഴത്തിലിറങ്ങുന്ന ഒരു സ്ഥലമാണ് എറണാകുളം. ആ എറണാകുളത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗ്രേഡ് പോലെ മറ്റുള്ള പരിസരങ്ങളിലുള്ള ജില്ലകളിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എവിടെ വെച്ചോ അവന്റെ കൾച്ചർ പിടുത്തം വിട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോരാ, സ്ത്രീ പീഡനങ്ങളുടെ കണക്ക് പുറത്തു വന്നപ്പോ ഡൽഹിയിലൊക്കെ ഇന്ത്യയും ലോകത്തെയും എത്തിച്ച പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കണക്ക് നോക്കുമ്പോൾ നാണം കെടുത്തുന്ന കണക്കാണ്. പുതിയ കാലഘട്ടത്തിൽ കേരളത്തിൽ പാർക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്കും അമ്മമാർക്കും ഉമ്മമാർക്കും മാതാക്കൾക്കും ചെറിയ പിഞ്ചു മക്കൾ ആൺകുട്ടികൾ അടക്കമുള്ളവർക്ക് ലൈംഗികമായ പീഡനങ്ങളും അരാജകത്വത്തിലേക്ക് അവരെ തള്ളിവിടുന്ന സാഹചര്യങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക സമ്പന്നമാണ് എന്ന് ഉച്ചഭാഷണിയുള്ള ഉടച്ചുറച്ചു പറയുന്ന മുഴുവൻ ആളുകളെയും ലജ്ജിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ നിന്നൊക്കെ കരകയറ്റാൻ പുതിയൊരു ദിശാബോധം നൽകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന് മുന്നിൽ കഴിയുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ലോകത്തിന്റെ മുന്നിൽ അതിന് കഴിയുന്ന അനുയായികളാണ് നമ്മൾ. എന്തുകൊണ്ടെന്നാൽ ഈ സമുദായം ലോകത്ത് കൊടുത്ത ആത്മീയ പാഠങ്ങൾ പോലെ മറ്റൊരു സമുദായവും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഒരു മുസ്ലിം പ്രഭാഷകൻ പറയുന്നു എന്നതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്.
ലോകത്തിന്റെ മുമ്പിൽ ആത്മീയമായ ഭാവങ്ങൾ, അദബിന്റെ പാഠങ്ങൾ, മര്യാദയുടെ സുന്ദരമായ ആ അധ്യാപനങ്ങൾ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തൊരു മതമാണ്. ഈ മതത്തിന്റെ അനുയായികളുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലും മറ്റുള്ള ആളുകൾ അത്ഭുതത്തോടെ നോക്കുന്ന ധാരാളം ചരിത്രങ്ങൾ ഇന്ത്യയിലല്ല, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ പരിസരങ്ങളിലുണ്ട് സഹോദരങ്ങളെ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, പുതിയ തലമുറയുടെ സഹോദരങ്ങളും സഹോദരിമാരും മറ്റുള്ള ആളുകൾക്ക് സമ്മാനിക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പഠിക്കാനുള്ള സാഹചര്യമാണോ? ഇതാണോ ദീൻ? ഇതാണോ ഇസ്ലാം? എവനാണോ മുസ്ലിം? എവളാണോ മുസ്ലിം എന്ന് ആക്ഷേപത്തിന്റെ സ്വരം പറയാൻ പറ്റുന്ന രൂപത്തിൽ ഈ ദീനിനെ കുറ്റപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണോ പുതിയ തലമുറയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും ഉള്ളത്? അവിടെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർ അടിമ എന്ന പ്രമേയത്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അടിവരയിടേണ്ടത്. യഥാർത്ഥ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമ അവൻ ലോകത്തിന് മുഴുവനും പ്രകാശമാണ്. അവൻ ലോകത്തിന് മുഴുവനും പ്രകാശമാണ്. ഒരു തണലേകുന്ന വൃക്ഷം പോലെ, മറ്റുള്ളവർക്ക് കുളിരേകുന്ന വൃക്ഷം പോലെ, മറ്റുള്ളവർക്ക് സുന്ദരമായ കായ്കനികൾ കൊടുക്കുന്ന വൃക്ഷം പോലെ അവനൊരിക്കലും സ്വന്തം കാര്യം സിന്ദാബ എന്നുള്ള ഒരു പ്രമാണത്തെ വിട്ട് അവൻ മറ്റുള്ളവർ മതം നോക്കാതെ അവരെയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ട വിഭവങ്ങൾ പോലും വിധാനിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഒരു സത്യവിശ്വാസിയാകണോ? അവനാണ് അല്ലാഹു സ്നേഹിച്ച അടിമ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയങ്ങൾ വേണ്ടതുപോലെ ചിന്തിച്ച്